ക്യാമ്പിൽ വച്ചുണ്ടായ പീഡനത്തിൽ മനം നൊന്ത് അനന്തു എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ഗൗരവകരമാണെന്നും മരണമൊഴി തെളിവ് സഹിതം കിട്ടിയിട്ടും ഇതിന് ഇരയാക്കിയ RSS നേതാവിനെ ഇതുവരെ കണ്ടെത്താനായില്ലെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. അയാൾ ചെറുപ്പം മുതൽ ഒരു RSS പ്രവർത്തകനായിരുന്നുവെന്നും RSSന്റെ നിരവധിയായിട്ടുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്നു എന്നും പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ താൻ ചെറുപ്പകാലം മുതൽ ഒരു RSS നേതാവിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് സെക്ഷൽ അസോൾട്ടിന് വിധേയനാക്കപ്പെടേണ്ടി വന്നു എന്ന് അനന്തു പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്ന കുറേയേറെ വസ്തുതകളുണ്ട്. തനിക്ക് സമാനമായി കുറേയേറെ വിദ്യാർത്ഥികൾ, കുട്ടികളായിട്ടുള്ള ആളുകൾ RSS ക്യാമ്പുകളിൽ വെച്ച് നിരന്തരമായ രീതിയിൽ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് രാജ്യത്തില് യാതൊരു രീതിയിലേക്കും രജിസ്ട്രേഷൻ സംവിധാനങ്ങളിൽ കീഴിൽ വരാത്ത RSS എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഘടന, വലിയ രീതിയിലേക്കുള്ള വിദ്വേഷ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, വർഗീയ അജണ്ടകളെ നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്ന RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ വലിയ രീതിയിലേക്കുള്ള കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്കറിയാം, അനന്തുവിന്റെ മരണമൊഴിയിൽ വ്യക്തമായ രീതിയിലേക്കുള്ള സൂചനകൾ ഓരോ ആളിലേക്കും, അയാളെ പീഡിപ്പിച്ച ആളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനെതിരെയുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് പ്രയാസകരമാണ്. RSS ശാഖയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അനന്തുവിനെ പോലെ ഇത്തരത്തിലുള്ള സെക്ഷൽ അസോൾട്ടുകൾക്ക് വിധേയരായിട്ടുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇത്തരം RSS ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്.